ചെയ്യുന്നത് വഞ്ചനയാ, ചതിയാ, ഞാൻ ചെയ്യൂല ഉമ്മ. ഉമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്, നീ വലിയ മലക്കൊന്നും ആവണ്ട, ഒഴിക്കടി. അപ്പൊ ഈ പെൺകുട്ടി ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. ആ ചങ്ങാതി എങ്ങാനും പാലിന് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമർ ഇപ്പൊ നീ പാലി വെള്ളം ഒഴിക്കടന്ന് കണ്ടോണ്ട് നടക്ക, ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിൽ വെള്ളം ഒഴിക്കുന്ന ഉമർ എങ്ങനെ അറിയാനാ, നീ ഒഴിക്കടി അങ്ങോട്ട്. അപ്പൊ ഈ മകള് പറഞ്ഞു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ കിടന്നുറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങണില്ല ഉമ്മ, പടച്ച റബ്ബ് ഉറങ്ങണില്ല, അല്ല കണ്ടോണ്ടിരിക്ക, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമർ തങ്ങൾക്കിടെ കണ്ണ് നിറഞ്ഞു പോയിടും. ഉമർ തങ്ങൾ ആ വീടൊന്ന് നോക്കി വെച്ചു, ഒരടയാളം വെച്ചു. എന്നിട്ട് സുബഹി കഴിഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി ആരാണെന്നൊന്ന് പോയി നോക്കാൻ, ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പോയി നോക്ക്. അങ്ങനെ ഒരാള് വന്നിട്ട് ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ആ കുട്ടി ഒരു യതീമായ മോള, ആ പെൺകുട്ടി ഒരു യതീമ, ഒരു ചെറിയ പെൺകുട്ടിയെ യതീമ. ഉമ്മയാണെങ്കിൽ അവരും അള്ളാനെ പേടിയുള്ളവരാ, ആ ഉമ്മയും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. ആ ഉമ്മ പാലിൽ വെള്ളം ഒഴിക്കാൻ പറയാനുള്ള കാരണം, അവരുടെ വീട്ടിൽ ഒരൊട്ടകമുണ്ട്, ആ ഒട്ടകത്തിന്റെ പാല് കറന്നുകൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവര് പട്ടിണിയില്ലാതെ കഴിയണേ. കുറെ ദിവസമായിട്ട് ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല, ഒരാഴ്ചയായി അവര് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത്. അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക്, വല്ലതും തിന്നാൻ കിട്ടൂലേ, പട്ടിണിയാ, ഒരാഴ്ചയായിട്ട് നമ്മൾ പട്ടിണിയാ, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വല്ലതും കിട്ടിയ തിന്നാമല്ലോ. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അല്ലാഹ് ഉണ്ട്, ഞാൻ ചെയ്യൂല. ഉമർ തങ്ങൾ ഈ ചരിത്രം കേട്ടപ്പോ ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി. രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്റെ വീട്ടിലേക്ക് പോയി. 2 ആമക്കളെ ഇങ്ങ് വിളിച്ചു, വാടാ. 2 ആൺകുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെങ്കൊച്ചുണ്ട്, യതീമ, പൈസ ഒന്നുമില്ല, കൊട്ടാരമൊന്നുമില്ല, വലിയ ഗ്ലാമറൊന്നും ഇല്ലടാ, ഒരു യതീമായ മകളുണ്ട്, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ട്, എനിക്ക് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മൃതങ്ങൾ പറയാ, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പ്രായം ചെന്നത് കൊണ്ട് എനിക്ക് പറ്റൂല. മക്കളെ നിങ്ങൾ ആരെങ്കിലും കിട്ടുവോ? 1000 പെണ്ണ് കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾക്ക് പെൺകുട്ടികളെ കൊടുക്കാൻ ആ വീടിന്റെ മുമ്പിൽ 1000കണക്കിന് പേര് വന്ന് കാത്തു നിൽക്കുമടോ. ആ ഖലീഫ ഉമറാണ് തന്റെ ആ മക്കളോട് പറയുകയാണ്, യതീമാണ്, കൊട്ടാരമില്ല, സമ്പാദ്യമില്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുണ്ട്. ആരാ കല്യാണം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറയുകയാണ്, എനിക്ക് ദീനുള്ളതിനെ മതി, എനിക്ക് അല്ലാഹുവിനെ പേടിയുള്ളതിനെ മതി, പണമല്ല, കൊട്ടാരമല്ല, സൗന്ദര്യമല്ല, അധികാരമല്ല, എനിക്ക് വേണ്ടത് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ്. ആ യതീമായ മകള് ഉമർ തങ്ങളുടെ മകനെ വിവാഹം കഴിക്കുകയാ. പരിഗണിച്ചത് ദീനാണ്, സൗന്ദര്യമല്ല, കൊട്ടാരമല്ല, പടച്ചവനെ അധികാരമല്ല, അറിയപ്പെടുന്ന കുടുംബമല്ല, യതീമായ ഒരു പൊന്നുമോള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നാര മകനവിടന്ന് വിവാഹം കഴിക്കുകയാ. പഠിക്കുതങ്ങള്, പഠിക്കടാ ചെറുപ്പക്കാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച കരയും ചെറുപ്പക്കാരാ. ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകുമടോ. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മരണമെടുക്കുകയാണ്. മഹാനവറുകൾക്ക് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പോയി കുളിക്കുകയാണ്. സ്വന്തമായിട്ട് അവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി മരിക്കാനുള്ള തയ്യാറെടുപ്പോട് അതാ കഫൻ തുണിയും എടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ വേണ്ടി റൂമിന്റെ അകത്ത് കിടന്നു വന്നു. മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് കിടന്നു വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു, ഫാത്തിമ,
തന്റെ ഭാര്യ വിളിക്കുകയാണ്, ഇങ്ങടുത്ത് വാ ഫാത്തിമ, ഇങ്ങടുത്ത് വാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോവുകയാണ്, എന്റെ മരണമെടുത്തിരിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരണേ. നിനക്ക് ഞാൻ പൊരുത്തം തന്നിരിക്കുകയാണ്. പരസ്പരം യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്, കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. എന്താണ് പറയുന്നത്? അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി വല്ലതും പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടുന്നില്ല. ഫാത്തിമ കരയുകയാണ്, ഒന്നും പറയാനില്ല, കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എങ്കിൽ ഫാത്തിമ കരച്ചിൽ നിർത്ത്, വെളിയിലിറങ്ങ്, റൂമിന്റെ പുറത്തിറങ്ങ്, എന്നിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഞാൻ പുറത്തു പോകൂല, നിങ്ങളുടെ അവസാന സമയം, നിങ്ങളുടെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ്, എന്തിനാ നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, ഇന്നി അറാ ഖലഖു ലൈസു ബിഉനാസ് വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, നീ ഇവിടെ നിൽക്കല്ലേ, നീ ഇവിടെ നിൽക്കല്ലേ, എന്റെ അതിഥികൾക്ക് അതിഷ്ടമല്ല ഫാത്തിമ, അതുകൊണ്ട് നീ വെളിയിലിറങ്ങ്, ഒന്ന് വെളിയിലിറങ്ങ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അവസാനം വാതിലടച്ച് പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റൂമിന്റെ അകത്താണ്, ഫാത്തിമ റൂമിന്റെ പുറത്താണ്, കരയുകയാ. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ ആരാ റബ്ബേ, എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ് റബ്ബേ? ഫാത്തിമയ്ക്ക് ക്ഷമയില്ലടോ, തന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. ഫാത്തിമ ഓടി വരികയാണ്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ, ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ. കേൾക്കുന്നതെന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിലിനോട് സലാം പറയുകയാണ്. മർഹബാ മർഹബാ വാസ്റായിലേ, വാസ്റായിലേ. തന്റെ റൂഹ് പിടിക്കാൻ വന്ന മലക്കിനോട് അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്, അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. റബ്ബേ, ഫാത്തിമയ്ക്ക് മനസ്സിലായി മരിക്കാൻ പോകുകയാണെന്ന്. അസ്റായിൽ വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്, ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. പടച്ചവനെ, എങ്ങനെയാണ് തന്റെ ഇക്ക മരിക്കുന്നത്? എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത്? ഭാര്യ കാണുകയാ, ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. കാണുന്ന രംഗമെന്തെന്നറിയോ? ഖുർആനോദുന്നു പെങ്ങളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയാണ്. അസ്റായിലെ റൂഹ് പിടിക്കാൻ വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അതും സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ والعاقبة للمتقين. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്നു, ഫാത്തിമ, ഫാത്തിമ, والعاقبة للمتقين.
അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു നല്ല മരണം കൊടുക്കുന്നത്. നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖുർആൻ ആയത്തോതുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല, ആ റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്, വാതില് തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയെന്ന് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പുഞ്ചിരി എന്നറിയോ, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. പടച്ചവനെ നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തു മരണമാണ് പടച്ചവര്, എന്തൊരു പ്രകാശമാണ് പടച്ചവര്, എന്തൊരു സുഗന്ധമാണ് റബ്ബേ. മയ്യത്ത് കാണാൻ വന്നവർ മുഴുവനും പറയുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചു, അവിടെ നിന്ന് കഫൻ പൊതിഞ്ഞു, പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് എടുത്തു വെച്ചു. എല്ലാവരും മണ്ണിട്ട് മൂടുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ലടോ, ഒരാളും പോകുന്നില്ല. എല്ലാവരും പള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തേ പോകാത്തത്, എന്തൊരു മരണമാ അല്ലാ, ഇതെന്തൊരു മരണമാ അല്ലാ. എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അവസാനം അവരൊരു തീരുമാനമെടുത്തു, ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണമറിയണമല്ലോ. രണ്ടാമതും പോവുകയാണ്. ആ ജനാസ എടുത്തുകൊണ്ടുവന്ന വീട്ടിലേക്ക് ആ നാട്ടുകാര് മുഴുവനും കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ. ഇരിക്കുക